students are creating stories by cutting my neck, this and that, opening my camera. All these students are creating nasty stories by doing all these criminal activities. Who gave these students the right to do interfere with my camera, this and that? Cutting my neck. That's why it is buffering like this. So it is not getting downloaded. അപ്പോൾ ഈ രൺവീർ എന്ത് സംഭവിച്ചു ഇദ്ദേഹം ഒരു ഷോയിൽ ഇദ്ദേഹം ഒരു ഷോയിൽ പോയി പലരും കണ്ടു കാണാത്ത ആൾക്കാരാണ് പറയുന്നത്. കാരണം ഒരു ഹിന്ദി ഇംഗ്ലീഷ് മിക്സായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് പലർക്കും അത് അത് ഫോളോ ചെയ്യുന്ന പലർക്കും പലരും കണ്ടു കാണുന്നില്ലേ, പ്രത്യേകിച്ച് മലയാളം മാത്രം അറിയുന്നവർക്ക് എൻ്റെ ചാനലിൽ പലരും മലയാളം കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവർക്കത് കണ്ടാൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു ഷോയിൽ പോയി, ഈ ഷോയുടെ പേര് ഇന്ത്യ ഫോർ ക്രിയേഷൻ എന്നാണ്. ഇന്ത്യ ഫോർ ക്രിയേഷൻ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായത് ഇന്ത്യയിൽ മറിഞ്ഞു കിടക്കുന്ന ടാലന്റുകൾ, ഈ ടാലന്റുകളെ വേണ്ടി കൊണ്ടുവരികയാണ് ഈ ഷോ. ഈ ഷോയിൽ ഇന്ത്യയിലെ പല സ്ഥലത്തുള്ള ആൾക്കാർ വരും.
റോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം. അതായത് വരുന്ന ആൾക്കാരെ ഏത് രീതിയിൽ ഇൻസൾട്ട് ചെയ്യും. കൂടുതൽ ഇൻസൾട്ടിന് മുകളിൽ പിടിച്ചു വെക്കാൻ പറ്റുന്നവർക്ക് ജയിക്കുന്നതാണ്. എനിക്കറിയത്തില്ല അതെന്തുകൊണ്ടാണ് ഇൻസൾട്ടിങ് ഷോ, റോസ്റ്റ് ഷോ ഇങ്ങനെ മാത്രം സെലിബ്രേറ്റഡ് ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിൽ പല ആൾക്കാരും അപ്പൊ ഇതില് ഒരു അപ്പൊ ഈ രഞ്ജിത് അഹമ്മദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് സ്പിരിച്വാലിറ്റി ഫൈൻഡ് ചെയ്യാൻ ഭയങ്കര സ്പിരിച്വലാണ്. ഞാൻ ഭയങ്കര ദൈവഭക്തനാണ്. സ്പിരിച്വലിസ്റ്റുകളെ അസ്ട്രോളജേഴ്സിനെ കൊണ്ട് വൈദ്യനെ ഇല്ലാതെ വാരാണസിയിലോ എവിടെയൊക്കെ പോയി ഭയങ്കര സ്പിരിച്വലായിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പിരിച്വാലിസ്റ്റ് എന്നുള്ള ലേബലിലാണ് ഇയാളൊരു ഐഡന്റിറ്റി. അപ്പൊ ഇയാൾ ഈ ഷോയിൽ എല്ലാവരും കുറച്ച് നല്ലതാണ്. അതിപ്പോൾ 18+ ഇങ്ങനത്തെ ഷോസൊക്കെ അതൊരു കുഴപ്പമുണ്ടായിരുന്നു. ഒരു പറഞ്ഞിട്ട് വേണ്ട കാണപ്പെടുന്നതായിരിക്കും ഒരാളുടെ ചാൻസ്. എനിക്കറിയത്തില്ല അതിന്റെ കണ്ടീഷൻസ് ഒന്നും. പക്ഷെ ഇതിലെല്ലാം യുവാക്കളാണ് വരുന്നത്. യുവാക്കളാണ് അതില് ഇയാൾ ഈ സ്പിരിച്വലിസ്റ്റ് എന്നുള്ള ലേബലിൽ വന്ന് ഈ ഡ്രഗ് കലാപാത്രം ഇതിലൊരു പരിപാടി നിന്റെ മാതാപിതാക്കൾ സെക്സ് ചെയ്യുന്നത് നീ കാണുമ്പോൾ നീ അത് നിൽക്കുന്നു, അത് കഴിക്കും, അത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. അതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിട്ട് ഗേ ആയിട്ടുണ്ട് പയ്യൻ അവിടെ വന്നു അങ്ങനെ അതായത് ആസാമെന്നുള്ള പറയുന്നത്. അപ്പൊ ആസാമെന്നുള്ള പയ്യൻ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു രഞ്ജിതായിക്കോട്ടെ ചോദിച്ചത് നിനക്ക് 2 കോടി രൂപ വേണം, അവന്റെ പ്രൈവറ്റ് പാർട്ടിയിൽ അതിന്റെ വായിക്കാൻ തരുമെന്നാണ് ചോദിച്ചത്. നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ക്രിയേറ്റീവ് അവാർഡ് വാങ്ങിച്ച ആളാണ് ഈ 2 കോടികൾ കഴിക്കുന്നത്. ഒബ്വിയസ്ലി ഈ 2 കോടികളും എത്രമാത്രം വൈകാരിറ്റി, എത്രമാത്രം മോശം ആണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയുന്നു. അപ്പൊ ഈ ഫാമിലിയിൽ 5-6 ആൾക്കാർ, ഈ 5-6 ആൾക്കാരിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കയ്യിൽ ഇവരുടെ മെന്റൽ സ്റ്റേറ്റസ് പറഞ്ഞാൽ ഒരു നോർമലായിട്ടുള്ള മനുഷ്യന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പിരിച്വലിസ്റ്റ് വാഴുന്നത് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇതാണ്. ഒപ്പം അപ്പോൾ ഇയാൾക്കെതിരെ ഭയങ്കരമായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള റെസ്പോൺസുകൾ വരികയുണ്ടായി. ഇയാൾക്കെതിരെ 2 കോടി 3 കോടി സബ്സ്ക്രൈബേഴ്സ് എന്നാലും കൂടി മനസ്സിലാക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ ഇയാൾക്കെതിരെ പല രീതിയിലുള്ള അത് ഇയാൾ പല ഭാഗത്തും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മൾ അതിന് നമ്മുടെ വളരെ കൊടുക്കണം. കാരണം അതിനകത്ത് ഒരു പയ്യൻ ഒരു പെൺകുട്ടി ഒരു മലയാളി പെൺകുട്ടി വന്നിട്ടുണ്ട്. ഒരു കുറച്ച് വന്നത് 20-25 വയസ്സുണ്ടായിരുന്നു. അപ്പൊ ഈ പെൺകുട്ടിയുടെ പൊളിറ്റിക്കൽ അതായത് ഈ പെൺകുട്ടിയുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ പെൺകുട്ടി പറയുകയാണ് എനിക്ക് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉള്ളത് ഞാൻ പൊളിറ്റിക്സ് കാണാൻ. അപ്പോ അവിടെ ഒരു പഞ്ചാബ് കുറ്റാൻ പറയുന്നത് കേരള 2% അങ്ങനെ ഒരു തമിഴ് ആക്സിഡന്റിലാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ട് ബ്ലഡ് നിലയ്ക്കാത്ത ആരോഗ്യം പറയുന്നത് എനിക്ക് ഭയങ്കര മുതൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷ് വിചാരിച്ചു. പക്ഷെ പിന്നെ അങ്ങനെ ആൾക്കാർ പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ പഞ്ചാബിനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഈ പെൺകുട്ടിയെ കുറിച്ച് പറയാൻ പറ്റും. ഈ പെൺകുട്ടി ഇന്നത്തെ മെജോറിറ്റി ഒരു കുട്ടികളുടെ പോപ്പുലേഷൻ ഈ കുട്ടിയുടെ വസ്ത്രധാരണം, ബോഡി ലാംഗ്വേജ്,